ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തെ അതിജീവിച്ച പ്രതിഭയാണ് മമ്മൂട്ടി എന്ന് ബഹുഭൂരിപക്ഷം പറയുമ്പോൾ അഹങ്കാരിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നൊരു ന്യൂനപക്ഷവും ഇവിടെയുണ്ടെന്ന് ആലോചിക്കണം. ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ അല്ല ഇവിടുത്തെ പ്രശ്നം. മമ്മൂട്ടി അഹങ്കാരിയാണോ എന്നുള്ളൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അഹങ്കാരി ആയാൽ എന്താ കുഴപ്പം എന്ന് മമ്മൂട്ടിയുടെ ഫാൻസുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? മമ്മൂട്ടി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? മമ്മൂട്ടിക്കും അഭിപ്രായം ഉണ്ടാവില്ലേ? മമ്മൂട്ടി പറഞ്ഞ ഒരഭിപ്രായമുണ്ട്. തീർച്ചയായും ഞാൻ അഹങ്കാരിയാണ്. ഞെട്ടിയോ നിങ്ങൾ? മമ്മൂട്ടി പറഞ്ഞതാണ്. പക്ഷേ അത് പറഞ്ഞ് മമ്മൂട്ടി അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. എൻ്റെ സിനിമകൾ കണ്ട് എന്നെ അംഗീകരിക്കുന്ന എൻ്റെ പ്രേക്ഷകർ കൈയടിച്ച് എനിക്ക് പൂച്ചെണ്ടുകൾ നൽകുമ്പോൾ ഞാൻ എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? അതെൻ്റെ അഹങ്കാരമാണ്. എൻ്റെ പ്രേക്ഷകർ എൻ്റെ സിനിമ കണ്ട് എന്നെ വിജയിപ്പിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ അഹങ്കാരിയാകാൻ കഴിയും? അപ്പോൾ എന്നെ അഹങ്കാരിയാക്കുന്നതും അഹങ്കാരി അല്ലാതാക്കുന്നതും എൻ്റെ പ്രേക്ഷകരാണെന്ന് ആലോചിക്കണം. അവർ അഹങ്കരിക്കാൻ പറയുമ്പോൾ ഞാൻ തീർച്ചയായും അഹങ്കരിക്കും. അഹങ്കരിച്ചിട്ടുണ്ട്, ഇനിയും അഹങ്കരിക്കും. അതുപോലെ തന്നെ നല്ല സിനിമകൾ, നല്ല കഥാപാത്രങ്ങൾ എനിക്ക് നൽകുന്ന എഴുത്തുകാരും സംവിധായകരുമുണ്ട്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഗംഭീരമെന്ന് പറയുമ്പോൾ, ദേശീയ സംസ്ഥാന അവാർഡുകൾ കിട്ടുമ്പോൾ, എപ്പോഴും എല്ലാവരും മമ്മൂട്ടിക്ക് ജയ് എന്ന് വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? എൻ്റെ അഹങ്കാരം കൊണ്ട് ആർക്ക് എന്തെങ്കിലും എപ്പോഴെങ്കിലും ദ്രോഹമുണ്ടായിട്ടുണ്ടോ? ഞാനൊന്ന് അഹങ്കരിച്ചോട്ടെ. എന്തെങ്കിലുമൊക്കെ ഈ അഹങ്കാരം ഇല്ലാതാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് മുമ്പേ വന്നവരുണ്ട്, എനിക്ക് മുമ്പേ പ്രതിഭകൾ തെളിയിച്ച് പോയവരുണ്ട്. അവരും അഹങ്കരിച്ചിട്ടുണ്ട്. അഹങ്കരിക്കാത്ത കഴിവുള്ളവർ ഏത് കാലഘട്ടത്തിലും അഹങ്കരിക്കും എന്ന് വിചാരിച്ചിട്ട് കണ്ടാൽ മിണ്ടാതെ പോവുക, പഴയവരെ മറക്കുക, ആ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനേക്കാൾ വേറെ വാക്കുകൾ ഉപയോഗിക്കാമെന്നുള്ളതാണ്. പക്ഷെ മമ്മൂട്ടി ഇങ്ങനെ പറയുമ്പോഴും ആർക്കും ഓടിക്കയറാവുന്ന ചാഞ്ഞ് കിടക്കുന്നൊരു മരമാണ് മമ്മൂട്ടി എന്ന് വിചാരിക്കരുത്. മമ്മൂട്ടി വെറുതെ ഒരു സുപ്രഭാതത്തിൽ ബാഗും എടുത്ത് കുറേ കാശും കയ്യിൽ വെച്ചുകൊണ്ട് സിനിമാ നടനാവാൻ വന്നതല്ല. ഓർമ്മ ശരിയാണെങ്കിൽ മമ്മൂട്ടിയെ തന്നെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ ബ്ലഡിൽ, എൻ്റെ ഓർമ്മയിൽ എനിക്ക് സിനിമാ നടനാകണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. സിനിമാ നടനാകുമ്പോൾ അത് എൻ്റെ നാട്ടിലെ ആൾക്കാർ കണ്ട് എന്നെ അഭിനന്ദിക്കും. അപ്പം അതുകൊണ്ട് തന്നെ സിനിമയിൽ എൻ്റെ പേര് മുഹമ്മദ് കുട്ടി ചെമ്പിൽ എന്നിടാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാണ് ചെമ്പിൽ എന്നിടുന്നത്? ചെമ്പ് എന്നിടുന്നത്? ചെമ്പ് ഞാൻ ജനിച്ച് വളർന്ന ഗ്രാമമാണ്. അപ്പോൾ ആ ഗ്രാമത്തിലുള്ളവർ ചോദിക്കും, ഏതാടെ മുഹമ്മദ് ചെമ്പിൽ? അത് നമ്മുടെ ഇന്ന ആളുടെ മകനല്ലേ എന്ന് പറയും. അങ്ങനെ തിരിച്ചറിവിന് വേണ്ടി, ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ സ്ഥലപ്പേര് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം വെച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് കോട്ടയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും ഡിസ്കഷനൊക്കെ നടക്കാൻ പോകുമെന്ന് പറഞ്ഞത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി ഒരു ഭാഗത്തേക്ക് സഞ്ചരിക്കാനുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കി പകുതി ദൂരം നടന്ന് അവിടെ നിന്ന് ബസ് കയറി കോട്ടയത്തെ TVയിൽ വന്ന മമ്മൂട്ടി. അന്ന് മമ്മൂട്ടിയല്ല, PI മുഹമ്മദ് കുട്ടിയാണെന്ന് ആലോചിക്കണം. അന്ന് കോട്ടയം TVയിൽ വന്നു, സംവിധായകനെ കാണാൻ കാത്തിരുന്നു. രാവിലെ 10 മണിക്ക് വന്നതാണ്. 11 മണിക്ക് സംവിധായകൻ വന്നില്ല, ഉച്ചയ്ക്ക് സംവിധായകൻ വന്നില്ല. ഉച്ചയ്ക്ക് വിശപ്പുണ്ടായിരുന്നു, വിശപ്പിനുള്ള ആഹാരം കഴിക്കാനുള്ള പണമുണ്ടായില്ല. എന്നാലും ഈ സംവിധായകനെ കണ്ടിട്ടേ താൻ തിരിച്ചു പോകൂ എന്ന് തീരുമാനത്തോടെ ആ TVയുടെ മുറ്റത്ത് മമ്മൂട്ടി കഴിച്ചു കൂട്ടിയെന്ന് ആലോചിക്കണം. ഒടുവിൽ രാത്രി 8 മണി ആയപ്പോഴാണ് ഇതിൻ്റെ സംവിധായകനായ KS സേതുമാധവൻ വന്നതെന്ന് ആലോചിക്കണം. താൻ വന്ന വിവരം പ്രൊഡക്ഷൻ ബോയിയോട് പറയുന്നു. പ്രൊഡക്ഷൻ ബോയ് പറയുന്നു, ഇന്ന് കാണാൻ പറ്റില്ല, അദ്ദേഹം ലൊക്കേഷൻ നോക്കാൻ പോയി യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു, ഒരേ ഒരു നോക്ക്, ഒരേ ഒരു വാക്ക്, ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതാണ്, ഇച്ചിരി കൂടി കൂട്ടിച്ചേർത്ത് മമ്മൂട്ടി പറഞ്ഞു, ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ ചെമ്പിൽ നിന്ന് നടന്നിട്ടാണ് വന്നത്, ഇനിയും എനിക്ക് നടന്നിട്ടേ പോകാം, നമ്മൾ വണ്ടിക്കാശ് പോയി, അങ്ങനെയും അത്രയും താല്പര്യത്തോടെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു.
ആ പ്രൊട്ടക്ഷൻ പോയി സേതുമാധവൻ്റെ വിവരം പറയുന്നു. സേതുമാധവൻ മമ്മൂട്ടിയെ കാണാൻ പുറത്തേക്ക് വരുന്നു. എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അങ്ങയുടെ സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു. എനിക്ക് അതിലൊരു റോള് കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ ഇദ്ദേഹം പോകട്ടെ എന്ന് വിചാരിച്ച് സേതുമാധവൻ പറയുന്നു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരൂ, അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങും, ചേർത്തലയിലോ മറ്റോ ആയിരിക്കും, അവിടെ വരൂ, അവിടെ വന്ന് ബാക്കി കാര്യങ്ങൾ വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു. സത്യത്തിൽ പകുതി നിരാശയോടെയാണ് മമ്മൂട്ടി ചെമ്പിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോയതായിരിക്കും. തിരിച്ചു പോകുമ്പോഴും ഓരോ ദിവസവും കിടക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടും ഉണർന്നത് താനൊരു വലിയ നടനായി എന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ്. അങ്ങനെ അവിടേക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ചെല്ലുന്നു. വീട്ടിൽ കള്ളം പറഞ്ഞ് അവിടേക്ക് പോകുന്നു. പോയി തിരക്കിനിടയിൽ KS സേതുമാധവനെ കാണാൻ അവസരം കിട്ടുന്നു. എന്താ വന്നതെന്ന് ചോദിക്കുന്നു. അല്ല സാറ് കഴിഞ്ഞ ആഴ്ച കോട്ടയം TVയിൽ വെച്ച് ഞാൻ കണ്ട് സംസാരിച്ചു. അപ്പോൾ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങും, വരാൻ പറഞ്ഞുകൊണ്ട് അതനുസരിച്ചാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ സേതുമാധവൻ അത് അന്നേ മറന്നു. മമ്മൂട്ടിയെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. ഈ മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരന് കൊടുക്കാൻ പറ്റിയ റോളൊന്നും തൻ്റെ സിനിമയിൽ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടി വീണ്ടും പറഞ്ഞു, ചെറിയ റോള്, ഒന്ന് മുഖം കാണിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ മുഹമ്മദ് കുട്ടി, താങ്കൾ കുറച്ചും കൂടി ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കൂ, നല്ല ആഹാരം കഴിക്കൂ, എന്നിട്ട് വരൂ. അല്ലാതെ ഈ എല്ലിച്ച ശരീരം വെച്ചുകൊണ്ട് താങ്കൾക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റും? അതിന് വലിയ കുഴപ്പമില്ലാത്ത കുറേ തൈരിൽ മോരൊഴിച്ച് അതിൽ ചോറിട്ട് തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ കഴിച്ചു, അത് ടേസ്റ്റി ആയിരിക്കും, ആരോഗ്യപ്രദമായിരിക്കും, അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ തനിക്ക് തൈര് ഇഷ്ടമല്ല എന്ന് സേതുമാധവനോട് പറയാൻ പറ്റുമോ? അവസരം കിട്ടാനുള്ളതല്ലേ. അങ്ങനെ പോയെങ്കിലും തൈര് കഴിച്ചുകൊണ്ട്, അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് തടി വയ്ക്കാൻ മമ്മൂട്ടി ആഗ്രഹിച്ചില്ല. എങ്കിലും കഷ്ടപ്പെട്ടു എന്നാലോചിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ നിർമ്മാതാക്കളെ കണ്ട്, ഓരോ സംവിധായകരെ കണ്ട് അവരിൽ നിന്ന് നോ എന്ന് കിട്ടിക്കൊണ്ട് പിന്നെ വരൂ, ആലോചിക്കാം, ഇങ്ങനെ പറഞ്ഞ് വളരെ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് PI മുഹമ്മദ് കുട്ടി എന്ന ഇന്നത്തെ ഉയരങ്ങളിൽ നിൽക്കുന്ന മമ്മൂട്ടി ഉണ്ടായെന്ന് ആലോചിക്കണം. അത് എത്ര പേർക്ക് അറിയാം? എത്ര പേർ അങ്ങനെ പോകും? ത്യാഗം സഹിക്കാൻ എത്ര പേരുണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ യുവതലമുറയിൽപ്പെട്ട എത്ര പേരെ നമുക്ക് അറിയാനും കഴിയും. കാരണം ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ അത് അടുത്ത വർഷമായാലും ആ സിനിമയെക്കുറിച്ച് ഓർമ്മയുണ്ട്. ഇപ്പോഴും നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത സിനിമയെക്കുറിച്ച് ഓർക്കുന്നു, അതിൻ്റെ കഥ പറയുന്നു, അതിൻ്റെ സംവിധായകനെ പറയുന്നു, അതിൻ്റെ കുടുംബ ബന്ധങ്ങളെ പറയുന്നു, അതിലെ പാട്ടുകളെക്കുറിച്ചും 10ഉം 20ഉം 25ഉം പാട്ടുകളുള്ള സിനിമയുണ്ടായിരുന്നു ആലോചിക്കണം. ഇപ്പോഴും അങ്ങനെ ചില സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ എത്ര സിനിമ നമ്മുടെ മനസ്സിലുണ്ട്, എത്ര സിനിമ നമ്മുടെ ഓർമ്മയിലുണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ പറയുന്നതാണ് മമ്മൂട്ടി അഹങ്കരിച്ചിരിക്കുന്നു. കാരണം കണ്ണൂർ സ്ക്വാഡ് വമ്പൻ ഹിറ്റായില്ലേ, കാതിൽ ഹിറ്റായി പോയില്ലേ. ഇതിൻ്റെ അഹങ്കാരം കൊണ്ട് മത്ത് പിടിച്ചുകൊണ്ട് മമ്മൂട്ടി അന്ധനായിരിക്കുന്നു അഹങ്കാരം കൊണ്ട് എന്ന് പറയുന്നു. ശരിയാണ്. മമ്മൂട്ടിയുടെ ഭാഷ എടുത്ത് പറയുകയാണെങ്കിൽ, എന്നെ അഹങ്കാരിയാക്കിയത് നിങ്ങൾ പ്രേക്ഷകരാണ്, എൻ്റെ അഭിനയം കണ്ട് കൈയടിച്ചവരാണ്. അത്തരം സുഖകരമായ ഒരു അഹങ്കാരം എനിക്കുണ്ടാവട്ടെ, നിങ്ങൾക്കും ഉണ്ടാവണം. മത്സരിക്കുന്നവർക്കും വിജയിക്കുന്നവർക്കും അഹങ്കാരം ഉണ്ടാവണമെന്നാണ് മമ്മൂട്ടി ചിരിയോടെ പറഞ്ഞത്. സത്യമല്ലേ? അഹങ്കാരമില്ലെങ്കിൽ നമ്മളൊക്കെ ആരാണ്?